ഹലോ. അപ്പോൾ ഇതാ എൻ്റെ 1.5 മാസത്തെ വീട്ടിലുള്ള വാസത്തിന് ശേഷം ഞാൻ തിരിച്ചു പോകാം കേട്ടോ. അപ്പം പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും കണ്ണൻ അവിടെ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനീ പോകുന്നത്. കാണുന്നില്ല അവിടെ, അതെന്തോ നെറ്റ് കിട്ടുന്നില്ല, നോക്കാം. ഞങ്ങൾക്ക് രാത്രി 8:45 കേട്ടോ ട്രെയിന്. മലബാറോ മാവേലിയോ അതിലേതോ ഒന്നാണ്, എനിക്കതിൻ്റെ ഏതാണെന്ന് ഓർമ്മയില്ല കേട്ടോ. മലബാറാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ ട്രെയിനായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു, വീട് അടുത്തല്ലാത്തത് കൊണ്ടും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ ട്രെയിനൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളെ വണ്ടി വന്നത്. അങ്ങനെ പിന്നെ ട്രെയിൻ കയറി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഒറ്റ ഉറക്കം ഉറങ്ങി, മോനും ഉറങ്ങി, ഞാനും ഉറങ്ങി. പിന്നെ രാവിലെയാണ് കണ്ണ് തുറന്നത്. അപ്പോൾ കണ്ട കാഴ്ച അടിപൊളിയായിരുന്നു എന്തായാലും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ കുറച്ച് മടിയായിരിക്കില്ലേ എല്ലാവർക്കും. എനിക്ക് ആദ്യമൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞിട്ട് 7 മാസം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞ്. ആദ്യം 7 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് കണ്ണനില്ലാതെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണൻ ഉണ്ടായിട്ട് പോയിട്ടുണ്ടല്ലോ, അത് കണ്ണനില്ലാതെ ഞാൻ ആദ്യമായിട്ടായിരുന്നു നിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ മോനുണ്ടായ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി വീട്ടിൽ നിന്ന് എനിക്കിപ്പോൾ വീട്ടിൽ നിന്ന് വരാൻ തന്നെ എനിക്ക് മനസ്സില്ല. പിന്നെ കണ്ണൻ ഒറ്റയ്ക്കായതുകൊണ്ട് വരുന്നെന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടമാണ് കേട്ടോ. കാരണം നമ്മളവിടെ എല്ലാവരെയും കൂടെ നിന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒറ്റയ്ക്കല്ലേ, എന്തൊക്കെ പറഞ്ഞാലും ആരും ഇല്ലല്ലോ ഇവിടെ, ഞാനും മോനും മാത്രം. അപ്പം നമ്മളതായ ലോകം അത്ര തന്നെ പറയാം. അങ്ങനെ ഞങ്ങളിത് രാവിലെ എത്രയാ, ഒരു 7:30 ആകുമ്പോഴത്തേക്കും നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3/4 മണിക്കൂർ വീണ്ടും പോകണം കേട്ടോ ഇവിടുന്ന് ബസ്സിന്. അപ്പോൾ പിന്നെ വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷൻ പോകുന്ന സമയത്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ കാണുമ്പോൾ അത്ര സന്തോഷമൊന്നും ഇല്ല എന്ന് വേണം പറയാൻ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷമൊന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ആദ്യം പോകുന്നത് ടെറസിൻ്റെ മേലേക്കാണ് കേട്ടോ. ആ ശരിയാ, ഞാൻ ഒന്ന് വീട്ടിൽ പോയി വന്നപ്പോഴത്തേക്ക് ഇവിടെയുള്ള കാഴ്ച ഉണ്ടോ. ഇവ അറ്റവേ മാങ്ങ തട്ടി നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മാങ്ങേൻ്റെ കാര്യമൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു. മാങ്ങ നോക്കാൻ പോയതല്ല, അവിടെ വാട്ടർ ടാങ്ക് ആ മൂടി എന്തെങ്കിലും മാറിക്കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. കണ്ണൻ ഉണ്ടായിരുന്നു, എന്നാലും കണ്ണൻ അതൊന്നും നോക്കിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് വേണം നോക്കാൻ. അപ്പം ഞാൻ ഇതിന് മുന്നേ ഇട്ട വീഡിയോ ഒക്കെ കണ്ടവർക്കറിയായിരിക്കും, മാവ് നിറയെ പൂത്തുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി നോക്കിയാൽ മതി, അത്രത്തോളം ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ പോകുന്ന മുന്നേ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം എന്തായാലും ഫുള്ള് മാങ്ങയായിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്, എന്തോ ഒരു ഇഷ്ടം തോന്നും. എന്തോ നമുക്ക് കഴിക്കുന്നതിനല്ല, പക്ഷെ അത് കാണുമ്പോൾ ഇതൊക്കെ കായ്ച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ. അങ്ങനെ പിന്നെ നമുക്കിത് തലേന്ന് വന്ന് നലക്കി വെച്ച കുറേ തുണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പിറ്റേന്നത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ ഞാൻ ആ തുണിയൊക്കെ ഒന്ന് എടുത്ത് വെയിലത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങണമല്ലോ. ഇഷ്ടംപോലെ തുണി ഉണ്ടായിരുന്നു, വന്നതും ഇവിടെ കണ്ണൻ്റെതും അങ്ങനെ ഇഷ്ടംപോലെ തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. പക്ഷെ അത് ചെറുതായിട്ടൊന്ന് നൈസായി പാളിയോ എന്നൊരു സംശയം. അതുകൊണ്ട് പിന്നെ ഞാൻ ഷോർട്സ് ഇടുന്നില്ല എന്ന് വിചാരിച്ചു, ഇതിലങ്ങ് ആഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ തുണിയൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ എന്നെ എപ്പോഴും സഹായിക്കാറുണ്ട്, പക്ഷെ ചില സമയത്ത് സഹായമൊക്കെ മാറും കേട്ടോ. ചെറുതായിട്ട് ഉണങ്ങിയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അവനത് അപ്പം എടുത്തുകൊണ്ട് അകത്ത് കൊണ്ടിടും. അപ്പോൾ ഇപ്പോൾ അതാണ് തൊട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തലേന്ന് കളിക്കുന്നതുകൊണ്ട് തന്നെ അത് ആറിയിട്ടുണ്ട്. പിന്നെ രാവിലെ ഒന്ന് വെയിലത്തിട്ട് നല്ലോണം ഉണക്കിയെടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തലേന്ന് ഇഷ്ടംപോലെ പണികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നമുക്കിപ്പോൾ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റണമെന്നില്ലല്ലോ, എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നു പോകാറുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഈ വീഡിയോ എടുക്കുന്ന കാര്യം ഓർക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ വീഡിയോ എടുത്താലും ചില സമയത്ത് ഇങ്ങനെയാണ് വീഡിയോ എടുക്കാറ്, മറ്റേ പോലെ എടുക്കാറില്ല കേട്ടോ. അപ്പം ഞങ്ങളിത് വൈകുന്നേരം രാത്രി ആയപ്പോൾ കേട്ടോ ഐസ് ബേയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ സ്ഥിര സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള ബീച്ചിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് രാത്രി 12 മണി വരെയൊക്കെ ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് കണ്ണൻ 10 മണിക്ക് പണി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ പോകാറൊക്കെ ഉണ്ട് കേട്ടോ. എന്തോ വെറുതെ ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ നമുക്ക് മടുപ്പാവില്ലേ, അപ്പോൾ ഒക്കെ ഞങ്ങൾ പോകാറുണ്ട്. കണ്ണനല്ല, എനിക്ക് മെയിനായിട്ട്. പിന്നെ അച്ചൂട്ടനും ഇഷ്ടമാണ്, അച്ചൂട്ടൻ എപ്പോഴും പുറത്ത് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവനും പറയും, പിന്നെ ഞങ്ങളിങ്ങനെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് വന്നല്ലേ, വീട്ടിൽ നിന്ന് വന്നല്ലേ, കുറേ ദിവസമായാലും ഇങ്ങനെയൊക്കെ പോയിട്ട് വെച്ചൊന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യുക. ബൈ.